ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, സംസ്കാര ചടങ്ങുകൾ നാളെ എപ്പോഴാണ്? AICCയിൽ പൊതുദർശനം ഉണ്ടാകുമല്ലോ, അതിന്റെ സമയക്രമം വന്നിട്ടുണ്ടോ? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് മോത്തിലാൽ നെഹ്റു മാർഗിലാണ്. ഇവിടെയാണ് മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം ഇപ്പോൾ വെച്ചിട്ടുള്ളത്. രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും, അത് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാത്ത എല്ലാവരും കൂട്ടത്തോടെ എത്തി രാവിലെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മടങ്ങിയത്. ഏതായാലും നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ടോടെ രാജ്ഘട്ടിൽ വെച്ച് ചടങ്ങുകൾ നടക്കും. അതിനു മുമ്പായി പൊതുദർശനമുണ്ട്. അത് AICC ആസ്ഥാനത്താണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ഏതായാലും VVIPകൾ മാത്രമാണ് ഇപ്പോൾ എത്തുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളും ഇവിടെ എത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ എത്തി കാണാനുള്ള സൗകര്യം അത് നാളത്തേക്ക് മാത്രമാണ്. ഏതായാലും രാജ്യം കണ്ട മികച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്ന മൻമോഹൻ സിംഗിന് അദ്ദേഹം അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് തന്നെ നൽകുന്നുണ്ട്. പലപ്പോഴും പല ഘട്ടങ്ങളിലും അദ്ദേഹം കടുത്ത വിമർശനങ്ങൾ നേരിട്ട സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞിരുന്നു, തന്നോട് ദയ കാണിക്കാത്ത ആളുകളോടൊക്കെ അദ്ദേഹം പറഞ്ഞത് ചരിത്രം തനിക്ക് ദയ നൽകും, തന്നോട് ദയ കാണിക്കും എന്നതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മൻമോഹൻ സിംഗിനെ കുറിച്ച് എല്ലാവരും വാതോരാതെ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രശംസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വാക്കുകളാണ് അന്വർത്ഥമായി മാറുന്നത്. രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കാലത്ത് നമ്മുടെ വിദേശ നാണയ ശേഖരം പോലും 1500 കോടി രൂപയിൽ താഴെ മാത്രം ഉണ്ടായിരുന്നു എന്നതാണ് ആ കണക്ക്. അത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ രാജ്യം നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇന്നിപ്പോൾ ഇംഗ്ലണ്ടിനെ വെല്ലുന്ന, ബ്രിട്ടനെ വെല്ലുന്ന തരത്തിൽ ഒരു സാമ്പത്തിക ശക്തിയെ ഇന്ത്യ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ഉദാരവൽക്കരണ നയങ്ങൾ തന്നെയാണ്, മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച ആ ഒരു മുന്നേറ്റത്തിന്റെ വിളവെടുപ്പാണ് യഥാർത്ഥത്തിൽ കാലമിത്ര കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുന്നതിന്, സാമ്പത്തികമായി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ നിർണായകമായ ഇടപെടൽ നടത്തിയ, നയങ്ങൾ രൂപീകരിച്ച് അത് നടപ്പാക്കിയ, സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഈ ഉദാരവൽക്കരണ നയത്തിനെതിരായ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം തന്റെ നിലപാടുകളിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിന്നു. അത് ശരിയായിരുന്നു എന്ന് കാലം ഇപ്പോൾ അത് എല്ലാവരും, അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുകയും അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ അന്ത്യയാത്രയിൽ അദ്ദേഹം അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. VVIPകൾ, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ കണ്ടു. പാർട്ടിയിലെ എല്ലാവരും, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള അവസരമാണ്. അത് നാളെയായിരിക്കും വിജയകുമാർ. യെസ്, കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. അനുശോചനം അറിയിക്കുക, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് അടിയന്തരമായി പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. ബലഗാവിയിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അവിടെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുമ്പോഴാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്ത വരുന്നത്. അപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകി.